എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. ഇസഹാക്ക് രുചികരമായ ഭോജനമുണ്ടാക്കുവാൻ ഏശാവിനോട് ആവശ്യപ്പെട്ടത് എപ്പോൾ? ഉത്തരം: വൃദ്ധനായ ഇസഹാക്കിന് കണ്ണ് കാണാതെ ആയപ്പോൾ. അടുത്ത ചോദ്യം: ഞാൻ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ മരണദിവസം അറിയുന്നില്ല എന്ന് മകനോട് പറഞ്ഞത് ആര്? ഉത്തരം: ഇസഹാക്ക്. അടുത്ത ചോദ്യം: ഏശാവിൻ്റെ ആയുധങ്ങൾ എന്തൊക്കെയായിരുന്നു? ഉത്തരം: വില്ലും പൂണിയും. അടുത്ത ചോദ്യം: മരിക്കും മുൻപേ ഭക്ഷണമുണ്ടാക്കി തരാൻ ഇസഹാക്ക് ഏശാവിനോട് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട്? ഉത്തരം: മരിക്കും മുൻപേ ഏശാവിനെ അനുഗ്രഹിക്കാൻ. അടുത്ത ചോദ്യം: വേട്ടയിറച്ചിക്ക് പകരം ഏത് ഇറച്ചി നൽകിയാണ് യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചത്? ഉത്തരം: കോലാട്ടിൻ കുട്ടിയുടെ. അടുത്ത ചോദ്യം: ഏശാവും യാക്കോബും തമ്മിലുള്ള ജന്മനാ പ്രകടമായ വ്യത്യാസം എന്താണ്? ഉത്തരം: ഏശാവ് രോമമുള്ളവനും യാക്കോബ് രോമമില്ലാത്തവനും. അടുത്ത ചോദ്യം: അമ്മയുടെ ആലോചനയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ആര്? ഉത്തരം: യാക്കോബ്. അടുത്ത ചോദ്യം: ഇസഹാക്കിന് വിനയായ 2 ഇന്ദ്രിയങ്ങൾ ഏവ? ഉത്തരം: കണ്ണും നാക്കും. അടുത്ത ചോദ്യം: യാക്കോബ് അനുഗ്രഹം പ്രാപിക്കുവാൻ ഇറച്ചി പാകം ചെയ്ത് കൊടുത്തത് ആര്? ഉത്തരം: റിബേക്ക. അടുത്ത ചോദ്യം: ദൈവത്തിൻ്റെ നാമത്തിൽ കള്ളം പറഞ്ഞത് ആര്? ഉത്തരം: യാക്കോബ്. അടുത്ത ചോദ്യം: ഇറച്ചി കൂടാതെ ഇസഹാക്കിന് യാക്കോബ് നൽകിയത് എന്തെല്ലാം? ഉത്തരം: വീഞ്ഞ്. അടുത്ത ചോദ്യം: ഇസഹാക്ക് യാക്കോബിന് കൊടുത്ത പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ ഏതെല്ലാം? ഉത്തരം: ആകാശത്തിലെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും. അടുത്ത ചോദ്യം: വേട്ടയിറച്ചി കൊടുത്ത് അനുഗ്രഹം ചോദിച്ചത് ആര്? ഉത്തരം: ഏശാവ്. അടുത്ത ചോദ്യം: അതിദുഃഖിതനായി ഉറക്കെ നിലവിളിച്ച് അനുഗ്രഹം ചോദിച്ചവൻ ആര്? ഉത്തരം: ഏശാവ്. അടുത്ത ചോദ്യം: ജ്യേഷ്ഠാവകാശം ഉപായത്താൽ അപഹരിച്ചവൻ ആര്? ഉത്തരം: യാക്കോബ്. അടുത്ത ചോദ്യം: ഭൂമിയിലെ പുഷ്ടി കൂടാതെയും ആകാശത്തിലെ മഞ്ഞു കൂടാതെയും ജീവിക്കാൻ അനുഗ്രഹം ലഭിച്ചവൻ ആര്? ഉത്തരം: ഏശാവ്. അടുത്ത ചോദ്യം: വാളുകൊണ്ട് ഉപജീവിക്കുമെന്ന അനുഗ്രഹം അപ്പനാൽ ലഭിച്ചവൻ ആര്? ഉത്തരം: ഏശാവ്. ഇവിടെ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അതിൻ്റെ റെഫറൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ളവർക്ക് അത് നോക്കി റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് 28-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളുമായി പിന്നെയും കാണാം. ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.